ഇങ്ങനെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത്, അതായത് സാഡിസ്റ്റ് റേപ്പ് എന്ന് പറയുന്ന രീതിയിലാണ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത്. അതിനുശേഷവും ബന്ധം തുടരുകയും ആ ബന്ധം ഊഷ്മളമായി കൊണ്ടുവരികയും അതിന് പാരിതോഷികങ്ങളും സമ്മാനങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു സ്ത്രീ, ഒരു വനിതയാണ് ഈ പരാതിക്കാരി എന്ന് പറയുമ്പോൾ, ഒരു MLA ചെയ്തു ഈ കേസുകളൊക്കെ നമ്മൾ നോക്കുന്ന അവസരത്തിൽ അദ്ദേഹം ആ ഒരു MLA ആയിട്ട് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പുണ്ടായ സംഭവമാണ്. ഇങ്ങനെ ഒരു വിവാഹിതയായതുകൊണ്ടും അതോടൊപ്പം തന്നെ അത് ഉഭയകക്ഷി സമ്മതപ്രകാരം ചെയ്തു എന്നും അവർ തന്നെ പറയുന്ന സാഹചര്യത്തിൽ ഗുളിക സ്വന്തമായിട്ടാണ് കഴിക്കുന്നത്. കഴിക്കണമെന്ന് ആര് പറഞ്ഞാലും സ്വന്തം കൈകൊണ്ടെടുത്ത് വായിലേക്ക് ഇട്ടു എന്നല്ലാതെ വേറൊരാൾ നിർബന്ധിച്ച് വായിലിട്ട് കൊടുത്തു എന്നൊന്നും കേസില്ല. ആ മൃഗീയമായ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷവും ആ ബന്ധം തുടരുന്നു. അല്ലെങ്കിൽ അന്ന് ആ ലോഡ്ജ് മുറിയിലായാൽ പോലും ബഹളമുണ്ടാക്കുകയോ പ്രതിഷേധിക്കുകയോ അതിനെതിരെ ആരോടെങ്കിലും പരാതി പറയുകയൊന്നും ചെയ്യാത്തൊരു സാഹചര്യത്തിൽ 2 കേസിൽ പോലീസ് അന്വേഷിക്കുമ്പോൾ പോലീസിനെ വളരെ വിദഗ്ധമായി കബളിപ്പിച്ച് ഒളിവിൽ പോയ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പേരിൽ പോലീസിനെ സംബന്ധിച്ചുള്ള അവർക്കൊരു വിദ്വേഷവും വെറുപ്പും ഉണ്ടാവും. അത് പോലീസ് റെക്കോർഡ് ചെയ്യുന്നു. റെക്കോർഡ് ചെയ്തതിന് ശേഷം 3 ദിവസത്തിനുള്ളിൽ അവർ നേരിട്ട് വന്ന് ഒപ്പിട്ട് സാക്ഷ്യപ്പെടുത്തുന്നതിന് ശേഷം മാത്രമേ അതിനൊരു വാലിഡിറ്റി, FIRനൊരു വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ എന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. ചാടിക്കേറിയ ഒരു അറസ്റ്റ് നടന്നതുകൊണ്ട് നിയമപരമായിട്ട് അറസ്റ്റിന് ചില നിയമ തടസ്സങ്ങളുണ്ട്. അത് ആ ഇല്ലീഗൽ അറസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. അതിജീവിതയെ സംബന്ധിച്ച് ഇങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ, ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പരാതി പറഞ്ഞ വ്യക്തിയെ എത്രയും പെട്ടെന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കണം. 24 മണിക്കൂറിനുള്ളിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കണോ എന്ന് പറഞ്ഞ് നിയമത്തിൽ തന്നെ ഒരു പ്രത്യേക ഭാഗം വളരെ കൃത്യമായി പറയുന്നു. രാഹുൽ മാക്കൂട്ടത്തിന് നേരെ ഇപ്പോൾ 3 കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ 2 കേസുകളും കോടതിയിൽ ജാമ്യാപേക്ഷ സംബന്ധിച്ച് വാദങ്ങൾ നടക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയുടെ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ കോടതികളുടെ നിരീക്ഷണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ കേസിൽ വിവാഹിതയാണ്. വിവാഹിതയായ ഒരു സ്ത്രീ ഭർത്തൃമതിയായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം വീഴ്ച നടത്തുകയും അതിനുശേഷം വിവാഹ വാഗ്ദാനം നൽകി ഇതിൻ്റെ പേരിലാണ് തന്നെ വിവാഹ വാഗ്ദാനം ചൊല്ലി പ്രലോഭിപ്പിച്ച് ഈ ലൈംഗിക ബന്ധത്തിന് വശംവദയാക്കി. അതുകൊണ്ട് താൻ കൊടുത്ത എന്ന് പറയുന്ന സമ്മതം ഉഭയകക്ഷി സമ്മതമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അത് ചില സാഹചര്യ സമ്മർദ്ദം കൊണ്ട്, വാഗ്ദാനങ്ങൾ കൊണ്ട് മോഹിപ്പിച്ച് നേടിയെടുത്തതാണ്. അതുകൊണ്ട് അത് ഒരു സ്വതന്ത്രമായ സമ്മതമായിട്ട് കണക്കാക്കാൻ പാടില്ല എന്നാണ് അവരുടെ വാദം. പക്ഷേ ഇങ്ങനെ ഒരു വിവാഹിതയായതുകൊണ്ടും അതോടൊപ്പം തന്നെ അത് ഉഭയകക്ഷി സമ്മതപ്രകാരം ചെയ്തു എന്നും അവർ തന്നെ പറയുന്ന സാഹചര്യത്തിൽ അത് നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. അത് നിയമപരമായി ഇപ്പോൾ നമ്മളിപ്പം അംഗീകരിക്കപ്പെട്ട നിയമപ്രകാരം അത് ശരിയാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. പിന്നെ അതിനകത്ത് ഒരു നിർബന്ധിത ഗർഭഛിദ്രം എന്ന് പറയുന്നത്, പക്ഷേ ഗുളിക സ്വന്തമായിട്ടാണ് കഴിക്കുന്നത്. കഴിക്കണമെന്ന് ആര് പറഞ്ഞാലും സ്വന്തം കൈകൊണ്ടെടുത്ത് വായിലേക്ക് ഇട്ടു എന്നല്ലാതെ വേറൊരാൾ നിർബന്ധിച്ച് വായിലിട്ട് കൊടുത്തു എന്നൊന്നും കേസില്ല. അപ്പോൾ കേസില്ലാത്തത് കൊണ്ട് അതും ഒരു നിർബന്ധം എന്ന് പറയാൻ പറ്റില്ല. ഗർഭഛിദ്രത്തിന് അയാൾ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നതല്ലാണ്ട് നിർബന്ധിച്ച് ഇത് ചെയ്തു എന്ന് പറയുന്നതിന് അർത്ഥമില്ല എന്നാണ് കോടതിയുടെ ഒരു നിരീക്ഷണം. അതുകൊണ്ട് ആ കേസ് പ്രാഥമികമായി നിലനിൽക്കുന്ന അവസ്ഥയിലല്ല എന്നുള്ള ഒരു നിരീക്ഷണമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണെങ്കിൽ പോലും ആ സമ്മതം വാങ്ങിയത് ഏതെങ്കിലും രീതിയിലുള്ള വഞ്ചനയിലൂടെയോ അതല്ലെങ്കിൽ മറ്റ് പ്രലോഭനങ്ങളിലൂടെയും സ്വാധീനങ്ങളിലൂടെയാണ് എന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെടുകയാണെങ്കിൽ കേസ് നിലനിന്നേക്കാം. പക്ഷേ ഏതാണ് തെളിവ് എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റാത്തതുകൊണ്ട് നിൽക്കുമോ ഇല്ലയോ എന്ന് നമുക്കിപ്പോൾ ആധികാരികമായിട്ട് ഒരഭിപ്രായം പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കേസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇതേമാതിരി അസ്വാഭാവികത വളരെ കൂടുതലുണ്ടെന്നും അതിജീവിത എന്ന് പറയുന്ന വ്യക്തി നിയമപരമായിട്ടുള്ള വിധേയത്വത്തിന് അനുസരിച്ച് അന്വേഷണത്തിന് സഹകരിക്കപ്പെട്ടില്ല എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അതും ഇതേമാതിരി ഒരു സാധൂകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ ശരിയായ ഇൻഗ്രീഡിയൻസ്, അതായത് അതിന് വേണ്ട ചേരുവകൾ ഉൾപ്പെട്ട ഒരു കുറ്റമല്ല എന്നുള്ള രീതിയിലുള്ള ഒരു നിഗമനമാണ് കോടതിയിൽ ഇപ്പോൾ ജാമ്യാപേക്ഷയിലെ വാദത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതും ഇതേമാതിരി അന്വേഷണം തുടരാം. അതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഇങ്ങനെ സ്വാധീനത്തിന് പ്രതീക്ഷിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വഞ്ചനാപരമായ രീതിയിലാണ് അവരുടെ സമ്മതം നേടിയെടുത്തതെന്നുണ്ടെങ്കിൽ അതും കേസ് നിലനിൽക്കാൻ മുന്നോട്ട് പോകാം. പിന്നെ മൂന്നാമത്തെ കേസിനെ സംബന്ധിച്ചുള്ളത് ഇത് കാനഡയിലുള്ള ഒരു വനിതയാണ്. അവരെ സംബന്ധിച്ചോളം അവരും ഇതേമാതിരി ഇഷ്ടപ്പെട്ട് സംസാരിച്ച് വരികയും അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം ഒരു സ്ഥലത്ത് വന്ന്
അവരുടെ പേരിൽ തന്നെ റൂമെടുത്ത് ആ റൂമിൽ കയറി വന്ന രാഹുൽ മാക്കൂട്ടത്തിൽ അവരെ ഒരു മൃഗീയമായ രീതിയിൽ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നു. ആ മൃഗീയമായ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷവും ആ ബന്ധം തുടരുന്നു. അല്ലെങ്കിൽ അന്ന് ആ ലോഡ്ജ് മുറിയിലായാൽ പോലും ബഹളമുണ്ടാക്കുകയോ പ്രതിഷേധിക്കുകയോ അതിനെതിരെ ആരോടെങ്കിലും പരാതി പറയുകയൊന്നും ചെയ്യാത്തൊരു സാഹചര്യത്തിൽ അവർ പറയുന്ന പരാതികളും ഒരു കാര്യമായ പ്രസക്തി ഉണ്ട് എന്നൊരു തോന്നൽ പൊതുവെ നമുക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഓൺലൈനിലൊരു പരാതി കൊടുക്കുന്നു. 2 കേസിൽ പോലീസ് അന്വേഷിക്കുമ്പോൾ പോലീസിനെ വളരെ വിദഗ്ധമായി കബളിപ്പിച്ച് ഒളിവിൽ പോയ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പേരിൽ പോലീസിനെ സംബന്ധിച്ചുള്ള അവർക്കൊരു വിദ്വേഷവും വെറുപ്പും ഉണ്ടാവും. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ വൈര്യ നിര്യാതന ബുദ്ധിയോട് കൂടിയിട്ട് അദ്ദേഹത്തിനെ ഏതെങ്കിലും രീതിയിൽ അടിമപ്പെടുത്തി ജയിലിലാക്കണമെന്നുള്ള വാശിയോടുകൂടി ചെയ്യപ്പെട്ടതായിട്ടാണ് 3ാമത്തെ കേസിലെ പ്രവൃത്തി നമുക്ക് ഏകദേശം വിലയിരുത്താൻ സാധിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കേസ് ഓൺലൈനിൽ പരാതി കൊടുത്തു. ഓൺലൈനിൽ പരാതി കൊടുത്തതിന് ശേഷം ആ കേസ് പോലീസ് റെക്കോർഡ് ചെയ്യുന്നു. റെക്കോർഡ് ചെയ്തതിന് ശേഷം 3 ദിവസത്തിനുള്ളിൽ അവർ നേരിട്ട് വന്ന് ഒപ്പിട്ട് സാക്ഷ്യപ്പെടുത്തുന്നതിന് ശേഷം മാത്രമേ അതിനൊരു വാലിഡിറ്റി, FIRനൊരു വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ എന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. അപ്പോൾ ഇത് ചെയ്തു എന്ന് പറയുന്നതിന് ശേഷം പരാതി സ്വീകരിച്ചു, FIR ഫോമിൽ രേഖപ്പെടുത്തിയതിന് ശേഷം അതിൻ്റെ ഒതൻറ്റിക്കേഷൻ അവരുടെ ഭാഗത്തുനിന്ന് വരുന്നതിന് മുമ്പ് ചാടിക്കേറിയ ഒരു അറസ്റ്റ് നടന്നതുകൊണ്ട് നിയമപരമായിട്ട് അറസ്റ്റിന് ചില നിയമ തടസ്സങ്ങളുണ്ട്. അത് ആ ഇല്ലീഗൽ അറസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിപ്പം ജാമ്യാപേക്ഷയിൽ വാദം വരുന്ന അവസരത്തിൽ മിക്കവാറും അത് വളരെ ശക്തമായ രീതിയിൽ ഉന്നയിക്കാനും കോടതി ചിലപ്പോൾ അംഗീകരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഈ അതിജീവിതയെ സംബന്ധിച്ച് ഇങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പരാതി പറഞ്ഞ വ്യക്തിയെ എത്രയും പെട്ടെന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കണം, 24 മണിക്കൂറിനുള്ളിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കണോ എന്ന് പറഞ്ഞ് നിയമത്തിൽ തന്നെ ഒരു പ്രത്യേക ഭാഗം വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത് ചെയ്യപ്പെടാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായാലും ചെയ്തിട്ടില്ല. പക്ഷേ അത് മുൻപ് നടന്നതായതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ അത് മറികടക്കാൻ ന്യായീകരണം നിയമപരമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയാൽ പോലും നിയമത്തിൽ പറയുന്ന ആ ഒരു കാര്യം ചെയ്യാനും ഇപ്പോൾ സാധിച്ചിട്ടില്ല. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിനകത്ത് ചെയ്യപ്പെട്ടത് ഇങ്ങനെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത്, അതായത് സാഡിസ്റ്റ് റേപ്പ് എന്ന് പറയുന്ന രീതിയിലാണ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത്. അതിനുശേഷവും ബന്ധം തുടരുകയും ആ ബന്ധം ഊഷ്മളമായി കൊണ്ടുവരികയും അതിന് പാരിതോഷികങ്ങളും സമ്മാനങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു വനിതയാണ് ഈ പരാതിക്കാരി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളിൽ നടന്ന സംഭവം എന്നുള്ള രീതിയിൽ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു സാധാരണ മനുഷ്യന്, സാധാരണ ബുദ്ധിയിലുള്ള ഒരു പൗരന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വിശ്വസനീയമായി ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ അതിന് തെളിവ് ഹാജരാക്കാൻ ഇപ്പോൾ അല്ലെങ്കിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അതുകൊണ്ട് അതും ഒരു സംശയത്തിൻ്റെ നിഴലിലാണ്. അത് കോടതി ഏത് രീതിയിൽ എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ കേസിൽ തന്നെയാണ് അന്വേഷണം തുടരാം. പക്ഷേ അന്വേഷണം തുടരുമ്പോൾ ഇതേമാതിരി ആ വനിതയിൽ നിന്നും ഈ പ്രലോഭനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഭീഷണി കൊണ്ടോ മറ്റേതെങ്കിലും രീതിയിലാണ് അവരുടെ സമ്മതം വാങ്ങിയത് എന്ന് തെളിയിച്ചു വരികയാണെങ്കിൽ റേപ്പ് എന്ന് പറയുന്നത് നിലനിൽക്കും. അത് വിവാഹിതയായാലും കുഴപ്പമില്ല. അല്ലെ വിവാഹിതയായി കഴിഞ്ഞു കഴിഞ്ഞാൽ വിവാഹബന്ധം തുടരുന്ന സാഹചര്യത്തിൽ അത് വിവാഹ വാഗ്ദാനം നൽകി തന്നെ ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് നിലനിൽക്കാത്ത ഒരു കുറ്റമാണ്. കോടതി വളരെ അസന്നിഗ്ധമായി സുപ്രീം കോടതി ആവർത്തിച്ച് പറഞ്ഞൊരു നിയമ സംവിധാനമായതുകൊണ്ട് അല്ലെങ്കിൽ നിയമവ്യവസ്ഥയിൽ ഒരു സെറ്റിൽഡ് ലോ എന്ന് പറയുന്ന രീതിയിൽ വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിനകത്ത് നിലനിൽക്കുന്ന കാര്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും ഇതിനൊക്കെ പ്രധാനമായിട്ട് ഒരു MLA ചെയ്തു ഈ കേസുകളൊക്കെ നമ്മൾ നോക്കുന്ന അവസരത്തിൽ അദ്ദേഹം ആ ഒരു MLA ആയിട്ട് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പുണ്ടായ സംഭവമാണ്. അപ്പോൾ അതിനെ MLA ആയതിനു ശേഷമുള്ള കാര്യങ്ങളിലേക്ക് കൂട്ടി വായിക്കാൻ സാധിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് സാമൂഹ്യമായിട്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ടുമുള്ള സദാചാര ബോധത്തിന് വിപരീതമാണ് അദ്ദേഹം ചെയ്തത് എന്ന് പറയുന്നത് 100% ശരിയാണ്. അദ്ദേഹം ഒരു സമൂഹത്തിന് അവമതിപ്പുണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഒരു മൂല്യാധിത്യ രാഷ്ട്രീയം ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് സദാചാരബോധം തീരെ ഇല്ലാത്ത ഒരു എന്താണ് ഒരു സെക്സ് ക്രിമിനൽ അല്ലെങ്കിൽ ഒരു സൈക്കോ സാഡിസ്റ്റ് ക്രിമിനൽ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിനെ നമുക്ക് വിശേഷിപ്പിക്കാം. എന്നാലും അത് സമൂഹത്തിന് അപകടകരമായ സ്വഭാവമുള്ളൊരു വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഏത് നടപടി എടുക്കുന്നത് ഉചിതമായിരിക്കും എന്നുള്ളതും അദ്ദേഹത്തെ
ഇതേമാതിരി സാമൂഹ്യ ജീവിതത്തിനും രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും മാറ്റപ്പെടേണ്ട ഒരു വ്യക്തിയാണെന്നൊക്കെ എനിക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും നിയമത്തിൻ്റെ വഴി എന്ന് പറയുമ്പോൾ നിയമത്തിന് അനുശാസിക്കുന്ന രീതിയിൽ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അതിൽ ഈ കേസുകളൊക്കെ എത്രമാത്രം ഫലപ്രദമായി നിൽക്കുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് അപാകതകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. FIR ഈ ഒരു സാഹചര്യത്തിൽ അത് കോടതിയിൽ ഇതുവരെ അങ്ങനെ ആണോ അല്ലയോ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞില്ല. നിയമത്തിൽ പറയുന്നത് ഇങ്ങനെ ഓൺലൈൻ പരാതികൾ സ്വീകരിക്കാൻ കൊടുക്കാം. അങ്ങനെ ഓൺലൈൻ പരാതി കൊടുത്തു കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ ഇവരിവിടെ വന്നതിന് ശേഷം അതിന് പ്രത്യേക സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് താൻ ഫയൽ ചെയ്ത കേസുകൾ ആധികാരികമാണ് എന്ന് അവർ സാക്ഷ്യപ്പെടുത്തണം. അത് ഈ കേസിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ട് ഒരു എന്താ പറയുക ന്യൂനതയായിട്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായത്തിൽ അതാണ് പറയുന്നത്. അതിപ്പം കോടതിയിൽ ഇപ്പോൾ ജാമ്യാപേക്ഷ അവിടെ വാദം വരുന്ന അവസരത്തിൽ ഇത് എത്രമാത്രം പ്രസക്തമാണ്, ഏത് രീതിയിൽ കോടതി അതിനെ അംഗീകരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ. അല്ല ഇപ്പോൾ നമുക്ക് മുൻവിധിയോടെ ഒരു അഭിപ്രായം പറയില്ല. പക്ഷെ അങ്ങനെ നിയമപരമായ ഒരു സംശയം നിലനിൽക്കുന്നു എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ പറ്റൂ.